ഹായ് ഓഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ജോർജറ്റിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. യോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് കളറിന്റെ തന്നെയും പിന്നെ ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പിങ്ക് ആൻഡ് ഒരു ഗ്രീൻ ഷെയ്ഡിന്റെ എല്ലാം കോമ്പിനേഷനിൽ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സിൽവർ ഷെയ്ഡിലുള്ള സ്റ്റോൺ വർക്കും കൂടി വരുന്നുണ്ട്. സൈഡ്സിലെല്ലാം ഇതുപോലെ ഒരു സ്വീക്കൻസിന്റെ വർക്കാണ് വരുന്നത്. മിറർ വർക്ക് പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ബോഡി കംപ്ലീറ്റ് ഫ്രണ്ട് പോർഷൻ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഒരു എംബ്രോയിഡറി സെൽഫായിട്ട് തന്നെയുള്ള ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കാണ് പോകുന്നത്. സ്കാറ്റേഡ് ആയിട്ടെല്ലാം ആ ഒരു സ്റ്റോൺ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ദാമൻ ഏരിയയിൽ ഇതുപോലെ ആ യോക്കിൽ വരുന്ന ആ ഒരു സെയിം പാറ്റേൺ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പടി പോലെ കൊടുത്തിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ആവും ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ടോപ്പിന് നമുക്ക് ലെങ്ത് വരുന്നത് 48-49 ആണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട്. സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ സെയിം ബോർഡർ തന്നെ രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. ബോഡിയിലേക്കാണെങ്കിലും ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. 2.25 മീറ്റർ ആണ് ഷോളിൽ ലെങ്ത് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1135 ആണ്. നമുക്ക് ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു അക്വാ ബ്ലൂ ഷെയ്ഡ്. എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് തന്നെയാട്ടോ. നമ്മൾ ഈ പ്രാവശ്യം ഈ ചാർട്ടിൽ വരുന്ന എല്ലാ ഷെയ്ഡുകളും ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇതിനകത്തും ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക് ഇതുപോലെയാണ് വരുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ നല്ലൊരു വർക്ക് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ വരും. ബോഡിയിൽ വരുന്ന ഈ ഒരു വർക്ക് നല്ല ഭംഗിയായിട്ട് സെൽഫായിട്ടുള്ള ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. നല്ല ഈ ഹക്കോബയുടെയൊക്കെ ഒരു പാറ്റേൺ പോലെ ഇതിനകത്ത് ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന ഹോള് വരുന്നതാണ് കേട്ടോ. ഇത് നല്ല ഹെവി ആയിട്ട് തന്നെ ഒരു വർക്ക് വരുന്നുണ്ട്. എൻഡിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാം നല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ രണ്ട് സൈഡും സ്കാലപ്പ് വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ഷോള് വരുന്നത്. നമുക്കടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് പീച്ച് കളറാണ് കേട്ടോ. ഇതാണ് അതിന്റെ യോക്കിലെ വർക്ക് വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ബോഡിയിൽ വരുന്ന പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. എങ്ങനെയാണ് വരുന്നത്? ടോപ്പിന്റെ എൻഡിലേക്കും ആ ഒരു യോക്കിലെ സെയിം വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഇതുപോലെ ഷോള് വരുന്നത് ഇങ്ങനെ. ഇതാണ് ഷോള് വരുന്നത്. നമുക്കടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്ന ഒരു ബേബി യെല്ലോ ഷെയ്ഡിലേക്കാണ്. ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം നല്ല 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 ഭംഗിയുള്ള ഷെയ്ഡുകളാണ് കേട്ടോ. ലൈറ്റ് ഷെയ്ഡാണ് എല്ലാം വരുന്നത്. ഇങ്ങനെ പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ ആ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഷോള് വരുന്നതും സെയിം ടോണിലേക്ക് തന്നെ ഇതുപോലെ. ഇതാണ് ഷോള് വരുന്നത്. നമുക്കടുത്ത ഷെയ്ഡ് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പ്യോർ വൈറ്റിലുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇതും ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതാണ് യോക്കിൽ വരുന്നത്. യോക്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിന്റെ ഒരു പീച്ച് കളറുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു ആന്റിക് ഗോൾഡൻ ജെറിയുടെ വീവിങ്ങും ഒരു എംബ്രോയിഡറി വർക്കും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. നല്ല റിച്ച് ആയിട്ടും ഹെവി ആയിട്ടും വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ. ഈ ഒരു സെറ്റ് ഈ ഒരു ടൈപ്പ് നമ്മൾ നേരത്തെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിറയെ ആ ഒരു ഷിപ്ലി വർക്ക് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്തും ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. പ്യുവർ വൈറ്റിലേക്കാണ് കേട്ടോ വരുന്നത്. ഇതാ ഇങ്ങനെ വരും. ഇതിന്റെ ആണെങ്കിലും ടോപ്പിന്റെ എൻഡിലേക്ക് വരുമ്പോൾ ദാ ആ യോക്കിൽ വരുന്ന ആ സെയിം വർക്ക് തന്നെ ചെറിയൊരു പടി പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഷോൾഡറിലേക്ക് കയറി വരാൻ പാകത്തിന് ആ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെ പ്ലെയിൻ വൈറ്റ് ആണ്. നമുക്ക് വേറെ സെറ്റിന്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷോള് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതില് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സൈഡിലേക്ക് നല്ല ബോർഡർ പോലെ ഇതുണ്ടോ
സെന്ററിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാം. നമുക്ക് വേറൊരു സെറ്റിന്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചെറിയൊരു ലേസ് കൊടുത്തിട്ടാണ് എല്ലാ സൈഡ്സും ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്, പ്യുർ വൈറ്റിൽ തന്നെയാണ് വരുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1109 ആണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ഷെയ്ഡിൽ തന്നെ. ഇതിനകത്ത് ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ, ഇതുപോലെയാണ് വരുന്നത്. ഒരു ലൈലാക് പിങ്കിന്റെ ഒരു കോമ്പിനേഷൻ, ഒരു ഗ്രീനും എല്ലാം കൂടെ വന്നിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്, വൈറ്റ് കളറിൽ തന്നെയാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ബോട്ടം ലൈനിങ്ങും പ്ലെയിൻ ആയിട്ട് വൈറ്റിൽ തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ. ഷോൾ എല്ലാത്തിലും സെയിം തന്നെയാണ് വരുന്നത്. ഇതാ ഇങ്ങനെ നല്ല ഹെവി ആണ്, കാരണം അത്രയും തിക്കായിട്ടുള്ള ഒരു വർക്ക് അതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. സൈഡ്സ് എല്ലാം ക്രോഷ്യ ലേസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ചിന്റെയും ഒരു ഗ്രേ കളറിന്റെയും കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. എല്ലാത്തിലും ആ ഒരു ആന്റി ഗോൾഡൻ ജെറിയുടെ ഒരു എംബ്രോയിഡറി വർക്കും കൂടെ അതിനകത്ത് മിക്സ് ആവുന്നുണ്ട് കേട്ടോ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെ ഷോള് വരുന്നത് സെയിം. എല്ലാത്തിലും ഷോള് സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതാ ഇങ്ങനെ നമുക്ക് ക്രിസ്മസിനാണെങ്കിലും അല്ലാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ, നല്ല രസമാണ് കേട്ടോ. ഒരു പിങ്കിന്റെയും ഒരു ഒണിയൻ പിങ്കിന്റെ പോലത്തെ ഒരു കളറാണ്. പിന്നെ ഗ്രേ വരുന്നുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഒരു വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഷിഫ്ലി വർക്കും കൂടെ വരുന്നുണ്ട്. ടോൺ ടു ടോൺ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതാ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് അത് വരുന്നത് കേട്ടോ. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്, പ്യുർ വൈറ്റിൽ തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇങ്ങനെ ഇതുപോലെ. പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ്, 1109 ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.